ഗ്ലോറി ബി ടു ഗോഡ്. എന്നേറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം 8-ാം വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതേ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലവും ആ ദാവീദിനോട് സംസാരിച്ച കർത്താവ് നമ്മോട് ഇങ്ങനെ ഇടപെടുന്നു. പിന്തുടരുക, നിശ്ചയമായി നീ അവരെ എത്തിപ്പിടിക്കും, സകലത്തെയും വീണ്ടുകൊള്ളും എന്ന് പറഞ്ഞാൽ വീണ്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ആമേൻ. നിരാശപ്പെട്ടു പോകാതെ, സംശയിക്കാതെ, ആമേൻ, വീണ്ടും പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക. ആമേൻ. സ്തോത്രം. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെയും വീണ്ടുകൊള്ളുവാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, ഇല്ലാതെ പോയതിനൊക്കെയും വിളിച്ചു വരുത്തി വീണ്ടും നമ്മെ സന്തോഷിപ്പിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ ദാവീദിൻ്റെ അവസ്ഥ, തൻ്റെ ദേശം ശത്രു സൈന്യം തീ വെച്ച് ചുട്ടുകളഞ്ഞു. തൻ്റെ ഭാര്യമാരെയും സകല ജനത്തിൻ്റെയും, ആമേൻ, ഭാര്യമാരെയും പുത്രപുത്രന്മാരെയും ഒക്കെയും ശത്രു സൈന്യം അടിമകളായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായിപ്പോയി. കാരണം 6-ാം വചനത്തിൽ, ആമേൻ, സ്തോത്രം, 4-ാം വചനത്തിൽ തൻ്റെ കൂടെ, ആമേൻ, സകല ജനവും ബലമില്ലാതാകുവോളം ഉറക്കെ കരയുന്നു. എന്നാൽ 6-ാം വചനത്തിൽ തൻ്റെ കൂടെ നിന്ന് സകല ജനവും തനിക്ക് വിരോധമായി തിരിഞ്ഞ് ദാവീദിനെ കല്ലെറിയണമെന്ന് പറയുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് സകലതും നഷ്ടമായി പോകുന്നു. ഒറ്റപ്പെടലിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. എന്നാൽ ആ സാഹചര്യത്തിലും ദാവീദ് തൻ്റെ ദൈവമായ യഹോവയെ ധൈര്യപ്പെട്ടിട്ട് ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ പിന്തുടരണമോ? ദൈവമേ, ഞാനത് എത്തിപ്പിടിക്കുമോ? കർത്താവ് പറയുന്നു, നിശ്ചയമായി നീ എത്തിപ്പിടിക്കും. ആമേൻ. നീ, ആമേൻ, സകലത്തെ വീണ്ടുകൊള്ളും. അതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ 18-19 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. അമലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ, വേദനകൾ നാം അനുഭവിച്ചെന്ന് വരാം. എന്നാൽ തളർന്നു പോകേണ്ട. നിശ്ചയമായും സകലത്തെയും വീണ്ടുകൊള്ളുവാൻ, സകലത്തെയും മടക്കി പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാം ചെയ്യേണ്ടത് ദാവീദ് ചെയ്തതുപോലെ ഒന്നാമത് ദൈവമായ യഹോവയിൽ നമുക്ക് ധൈര്യപ്പെടാം. കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവാലോചന പ്രകാരം ഓരോ ചുവടുകൾ നാം വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് നാം ഒറ്റയ്ക്കാണെങ്കിലും നിശ്ചയമായി നമുക്ക് നേടിയെടുക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.